വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ ആഘോഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒരു ആഘോഷ തിമിർപ്പിലാണ്. ഇത്രയും ദിവസം നോമ്പ് കാലത്തിൽ എപ്രകാരം സഭ നിഷ്കർഷിക്കുന്ന രീതിയിൽ നോമ്പെടുക്കാമെന്നെല്ലാം നമ്മൾ ചിന്തിച്ച് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാലിപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഒരു പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങിപ്പോക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നോളം ഞാനെടുത്ത നോമ്പും എൻ്റെ പരിത്യാഗ പ്രവൃത്തികളുമെല്ലാം എന്തായി, എന്ത് ഫലമുളവാക്കി എന്ന് കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഇന്നത്തെ സുവിശേഷം ഏറെ പരിചിതമാണ്. എമ്മാവുസിലേക്കുള്ള യാത്ര. ഒരുപക്ഷെ പരീക്ഷ തോറ്റുപോകുന്ന കുട്ടികൾക്ക് ഒരു ക്രാഷ് കോഴ്സ് നൽകി അവരെ വീണ്ടും പരീക്ഷയിൽ വിജയിപ്പിക്കുവാനായിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം. ആ രീതിയിൽ വേണമെങ്കിലും ഇന്നത്തെ സുവിശേഷത്തെ എടുക്കാവുന്നതാണ്. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവൻ്റെ മരണത്തിന് ശേഷം അവനായിരുന്ന ദേശം പോലും വിട്ട് അവർ ഓടിപ്പോവുകയാണ്. അവർ ആയിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 60 സ്കതിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക്. എന്നാൽ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സ്വഭാവ രീതി അല്ലായിരുന്നു അവർക്കിപ്പോൾ. അവർ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുന്നു, വാദിക്കുന്നു. അവർ ഏറ്റവും മ്ലാനവതരായിരുന്നു കൊണ്ട് ദുഃഖത്തിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് അവർ വീണുപോയിരിക്കുന്നു. ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ എല്ലാത്തിനും ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച് അത്ഭുത പ്രവൃത്തികളിൽ തീക്ഷ്ണതയോടുകൂടെ പങ്കെടുത്ത് ക്രിസ്തുവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചിരുന്നവരാണ്. പെട്ടെന്ന് അവർക്ക് ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം. ക്രിസ്തു കൂടെ വന്നു ചേർന്നിട്ടും അവരുടെ കൂടെ സഞ്ചരിച്ചിട്ട് പോലും ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് സുവിശേഷം പറയുക. ക്രിസ്തുനാഥൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. ക്രിസ്തുവിന് എന്ത് സംഭവിച്ചുവെന്ന് അവർ തന്നെ ഏറ്റുപറഞ്ഞ് എന്നിട്ടാണ് ക്രിസ്തു അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. എത്ര മനോഹരമായ ഒരു ചിന്ത! പരീക്ഷയ്ക്ക് തോറ്റുപോയ കുട്ടികളെ അവരുടെ പാഠ്യഭാഗങ്ങൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ട് വീണ്ടും അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. അത് പരിപൂർണമായ ഒരു മനസ്സിലാക്കലാണ്. ഇനി അവർ ഒരിക്കലും അതിനെ മറക്കില്ല. അതവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. അതാണ് യേശു ചെയ്തതും. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നല്ലേ പറഞ്ഞു വെക്കുക. ഇതാണ് ക്രിസ്തു ചെയ്തതും. ആദ്യം അവരെ കൊണ്ട് പറയിപ്പിച്ചു, അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ അന്ത്യത്താഴവേളയിൽ ക്രിസ്തു എന്താണോ ചെയ്തത് അതിനെ ആവർത്തിക്കുകയാണ്. അപ്പം മുറിച്ച് അവർക്ക് നൽകുന്നു. അങ്ങനെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ അവർ തിരിച്ചറിയുന്നു ക്രിസ്തുവാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന്. അങ്ങനെ ജ്വലിച്ച ഹൃദയവുമായി അവർ തിരിച്ചു പോവുകയാണ്. കർത്താവ് അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴും ആശീർവദിച്ച് അപ്പം കൊടുത്തപ്പോഴും അവർ വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലരായി. എന്താണ് അവരുടെ ദൗത്യമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ വീണ്ടും പോവുകയാണ്. ആ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവരെവിടെ വെച്ച് അവസാനിപ്പിച്ചുവോ അവിടെ വെച്ച് വീണ്ടും ആരംഭിക്കുവാൻ. ഇനി ഞങ്ങൾ തോറ്റുപോയവരല്ല, ഞങ്ങൾ വിജയിച്ച് കാണിക്കുമെന്നുള്ള തീക്ഷ്ണതയോടുകൂടെ അവർ മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല പാഠവും. ഒരിക്കലും തോറ്റുപോയെന്ന് കരുതി വഴിയിൽ വെച്ച് നിർത്താതെ വീണ്ടും തീക്ഷ്ണതയോടുകൂടെ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടെ അയവിറക്കി വീണ്ടും അതിനെ ആവർത്തിച്ച് വായിച്ച് അർത്ഥമാഴത്തിൽ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകണം. അത് പാഠ്യവിഷയങ്ങളാകാം, പാഠ്യേതര വിഷയങ്ങളാകാം, ജീവിത പരീക്ഷകൾ തന്നെയാകാം. ഏത് തന്നെയായാലും നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വിജയിക്കുവാനാണ്, നിരാശപ്പെടുവാനല്ല, പരസ്പരം തർക്കിക്കുവാനല്ല. അവനോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.